നമ്മള് കഴിഞ്ഞ ഒരു 3 ക്ലാസ് കൊണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് ആ വർഷത്തെ പരീക്ഷയ്ക്ക് മാത്രമാണ് ആ മോഡലിൽ എന്ത് ചോദിച്ചത്. അപ്പം നിങ്ങളുടെ നിലവിലുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യന്റെ രീതി ആ മെത്തേഡിൽ അല്ല. ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത് കഴിഞ്ഞ വർഷത്തെ SSLC പരീക്ഷയുടെ ഫോർമാറ്റാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിന്റെ ബാക്കിലോട്ട് എവിടെങ്കിലും എഴുതിയാൽ മതി. പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ല. ഒരു ബുക്ക് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കുണ്ടല്ലോ, ആ ബുക്കിന്റെ പുറകിലോട്ട് എഴുതിയാൽ മതി. ഡെസ്കിലോട്ട് എഴുതും. അപ്പൊ നിങ്ങൾ ഒരു ബുക്കിനകത്ത് ചെയ്തോണ്ട് വന്നില്ലയോ, അല്ലെ പേപ്പറിനകത്ത് ചെയ്തോണ്ട് വന്നില്ലയോ, അതിനകത്തിൽ എവിടോട്ടെങ്കിലോ നിങ്ങളുടെ നോട്ട് ബുക്കിന്റെ പുറകിലോട്ടോ എഴുതിയിട്ടാലും മതി. പറയട്ടെ. അപ്പൊ നിങ്ങളുടെ പരീക്ഷ എത്ര സമയമുണ്ട്? അപ്പൊ എഴുതുക, ടൈം 2.5 hours പ്ലസ് 15 minutes. ആ 15 മിനിറ്റിന്റെ ബ്രാക്കറ്റിൽ എഴുതണം കൂൾ ഓഫ് ടൈം ആണ്. ആ 15 മിനിറ്റിന്റെ ബ്രാക്കറ്റിൽ എഴുതണം കൂൾ ഓഫ് ടൈം. അപ്പൊ 2.25 മണിക്കൂറാണ് മൊത്തം പരീക്ഷാ സമയം വരുന്നത്. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യം വായിക്കാനുള്ള സമയമാണ്. പിന്നത്തെ 2.5 മണിക്കൂറാണ് എന്തെഴുതാനുള്ളത്, പരീക്ഷ എഴുതാനുള്ളത്. അടുത്ത കാര്യം അറിയാമല്ലോ. ഇനി രണ്ടാമത്തേത്, നിങ്ങൾക്ക് മൊത്തം എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാമോ? 27 ചോദ്യങ്ങളുണ്ട്. മൊത്തം എത്ര ചോദ്യമുണ്ട് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 27. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 27. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 20. ഈ 27 ചോദ്യങ്ങളെ ABCDE എന്നിങ്ങനെ എത്ര പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്? 5 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വരിയിൽ എഴുതുക പാർട്സ്, PARTS. പാർട്ട് എന്നോ അല്ലെ സെക്ഷൻസ് എന്നോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സെക്ഷൻസ് ABCDE. എത്ര സെക്ഷൻ ഉണ്ട് മൊത്തം? 5 സെക്ഷൻ. ശ്രദ്ധിക്കുക, എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. അതായത് 27 ചോദ്യത്തിനും എന്തെഴുതണം? ഉത്തരം എഴുതണം. ചില ചോദ്യങ്ങളിൽ മാത്രം ഒരു ക്വസ്റ്റ്യൻ നമ്പരും അതിന് A or B എന്നുണ്ടാകും. അത്തരം ചോദ്യങ്ങളിൽ മാത്രം ഒന്നുകിൽ A അല്ലെങ്കിൽ B എഴുതാം. പറഞ്ഞു മനസ്സിലായല്ലോ. അടുത്തത് ഇനി സെക്ഷൻ A കുറിച്ചാണ് പറയുന്നത്. പറയട്ടെ. സെക്ഷൻ A അണ്ടർലൈൻ ചെയ്തിട്ട്, this section has 8 questions. 8 questions of score 1. Of score 1 each. Full stop. Select the correct answer. Select the correct answer from those given. From those given. അപ്പൊ സെക്ഷൻ 1-ൽ മൊത്തം എത്ര ചോദ്യമുണ്ട്? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 8 ക്വസ്റ്റ്യൻ. ഈ 8 ക്വസ്റ്റ്യന് ഒരെണ്ണത്തിന് എത്ര മാർക്ക് വെച്ച്? 1 മാർക്ക് വെച്ച്. അങ്ങനെ എത്ര മാർക്ക്? 8 മാർക്ക്. ഇതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യവും 4 ഓപ്ഷനും തന്നിരിക്കും. ഇവിടെ വിശദീകരിച്ചുള്ള സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, എന്തുമാത്രം എഴുതിയാൽ മതി. എന്തുമാത്രം എഴുതിയാൽ മതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട്.
നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇന്ത്യയിൽ നടക്കുന്ന മിക്കവാറുമുള്ള എല്ലാ എക്സാമിനേഷനുകളും, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ഒരു ചോദ്യം 4 or 5 ചോയ്സ് തന്നിട്ടുള്ള ചോദ്യം. നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായി കാണുന്ന ചോദ്യങ്ങളാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ വലിയ എമണ്ടൻ പാരഗ്രാഫുകളൊക്കെ പഠിച്ച് മാർക്ക് മേടിക്കാൻ ഇരിക്കുന്നത്. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത്, ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത് അറിയാമോ? അറിയോ? മാർക്ക് പോകാൻ വേണ്ടിയിട്ടാണോ? മാർക്ക് പോകാൻ പിന്നെ മാർക്ക് ഇടായിരുന്ന പോരെ? എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ അഥവാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടുന്നത്? ഒരാള് ആ പരീക്ഷയുടെ സിലബസ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാനാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത്. ബാക്കിയുള്ളതിനകത്തിലൊക്കെ, ഫോർ എക്സാമ്പിൾ, അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് ചോദിച്ചാൽ ഒന്നാമത്തെ പാരഗ്രാഫ് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് എഴുതും, അവസാനത്തെ പാരഗ്രാഫ് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ച് എഴുതിയേച്ച് ഇടയ്ക്കലത്ത് ഒരു 4-5 പാരഗ്രാഫ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമയുടെ കഥയൊക്കെ എഴുതി പരീക്ഷയെ പൊലിപ്പിച്ച് സാറന്മാരെ പറ്റിച്ച് മാർക്ക് മേടിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഒബ്ജക്റ്റീവിൽ ആ പണി നടക്കത്തില്ല. കൃത്യം ഒരു ആൻസറേ ഉള്ളൂ. ശരിയാണെങ്കിൽ അതിന് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അത് അത്രയും കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റ് അത്രത്തോളം നന്നായിട്ട് അറിയണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ആദ്യത്തെ 8 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ എഴുതാവൂ. ഇനി ഏതെങ്കിലും ഒരെണ്ണം പലതവണ വായിച്ചു നോക്കിയിട്ട് 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ വായിച്ച് സമയം കളയുകയും ചെയ്യരുത്. കാരണം ഞാൻ പുറകാലെ പറയാം. നിങ്ങൾ 1-2 തവണ വായിച്ചു നോക്കി ഉത്തരം അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ നമ്പർ ഇട്ടിട്ട് ആവണി ഉത്തരം എഴുതാനുള്ള സ്ഥലം ഇടുക, അടുത്ത ചോദ്യത്തിലേക്ക് പൊയ്ക്കൊള്ളുക. ചിലപ്പം അവസാനമൊക്കെ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. പിന്നെ പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം, അല്ലേ? സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നൊക്കെ വരാം. അല്ലാതെ കറക്കിക്കുത്ത് പരിപാടി അവിടെ നടത്തരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? അതിലൊരൊറ്റ ഒരെണ്ണേ ഉള്ളൂ കറക്റ്റ് ആൻസർ. ബാക്കി 3 എണ്ണവും തെറ്റുത്തരമാണ്. തെറ്റ് വരാനുള്ള പ്രോബബിലിറ്റി 3/4 ശരിയാകാനുള്ള പ്രോബബിലിറ്റി 1/4 എന്തിനാ ചാൻസ് കൂടുതൽ? തെറ്റാനാണ്. കറക്കി കുത്തരുത്, എന്ത് ചെയ്യരുത്. മാത്രമല്ല, ഈ 8 ചോദ്യങ്ങളുടെ ഉത്തരം നോക്കുന്ന ടീച്ചറിന് നിങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുകയും ചെയ്യും. പഠിച്ചിട്ടാണോ പരീക്ഷ എഴുതുന്നത് അതോ ഉടായിപ്പിലാണോ എന്നുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രം എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതണം? 8 എണ്ണത്തിന്. ഏതെങ്കിലും അറിയാൻ വയ്യെങ്കിൽ നമ്പർ ഇടുക, ഉത്തരം എഴുതാനുള്ള ഒറ്റ വരിയേ ആവശ്യമുള്ളൂ. സ്ഥലം ഇടുക, അടുത്ത കണക്കിലേക്ക് പൊയ്ക്കോളുക. ആ കണക്കിന്റെ പുറത്ത് 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും കളയരുത്. ഫസ്റ്റ് സെക്ഷൻ പടി കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് സെക്ഷൻ ബി. പറയട്ടെ സെക്ഷൻ ബി എന്നെഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9, 10, 11, 12, 13 ഇത്രയാണ് സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ. മാർക്കൊക്കെ വ്യത്യാസപ്പെടാം. ഈ കഴിഞ്ഞ വർഷത്തെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 മാർക്കിന്റെ ചോദ്യം സെക്ഷനിലുണ്ട്, 3 മാർക്കിന്റെ ഉണ്ട്. അതുകൊണ്ട് മാർക്ക് ഈ സെക്ഷനിൽ ഇത്ര മാർക്കിന്റെ ചോദിക്കാവുന്നില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഏത് സെക്ഷനകത്ത് വരും? സെക്ഷൻ ബിക്കകത്ത്. അടുത്തത് സെക്ഷൻ സി. പറയട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 14, 15, 16 എന്നീ ചോദ്യങ്ങൾ ഏത് സെക്ഷനകത്തിൽ വരും? സെക്ഷൻ സിക്കകത്ത് വരും. അടുത്തത് സെക്ഷൻ ഡി. 17, 18, 19, 20 ഇത്രയും ചോദ്യങ്ങളാണ് ഏത് സെക്ഷനകത്തിലുള്ളത്? സെക്ഷൻ ഡിക്കകത്തിലുള്ളത്. അടുത്തത് സെക്ഷൻ ഇ. 21, 22, 23, 24, 25,
26, 27 ഇത്രയും ചോദ്യങ്ങളാണ് ഏത് സെക്ഷനകത്തിലുള്ളത്? ഏത് സെക്ഷനകത്തിലുള്ളത്? ഇനി കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന് അവസാനത്തെ 4 4 8 5 13 മാർക്കിന് 3 ചോദ്യങ്ങൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അവസാനത്തെ 3 ചോദ്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? 3 പാഠങ്ങളിൽ നിന്നുള്ള കൺസ്ട്രക്ഷൻ. എത്ര മാർക്കിനാണ്? 13 മാർക്കിന്. എത്ര മാർക്കിനാണ്? ഇനി അവിടെ പതുങ്ങിയിരിക്കുന്ന ഒരു അപകടം എന്തോന്ന് ചോദിച്ചാൽ, ഒരുമാതിരിപ്പെട്ട പിള്ളേരെല്ലാം ഈ കൺസ്ട്രക്ഷൻ ചോദ്യം എല്ലാം എന്ത് ചെയ്യും? വരച്ചു പഠിച്ചോണ്ടു. പക്ഷെ നമ്മൾ ഈ അതിനു മുമ്പുള്ള ചോദ്യങ്ങളുടെ മുകളിൽ ഒരുപാട് സമയം ചെലവഴിച്ച് ഇനി ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ അവസാനത്തേത് ചിലപ്പോൾ വരയ്ക്കാൻ എന്ത് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ ഒറ്റയടിക്ക് നമ്മുടെ എത്ര മാർക്ക് അങ്ങ് പോകും? 13 മാർക്ക് അങ്ങ് പോകും. അതുകൊണ്ട് 1 മാർക്കിന്റെ ചോദ്യത്തിന് 1 വാക്കിൽ ഉത്തരം എഴുതാനും 2 മാർക്കിന്റെ ചോദ്യം മുതൽ ആവശ്യമായ സ്റ്റെപ്പുകൾ എഴുതാം. നമ്മുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ നോക്കുന്ന സാറന്മാരെ പുതിയ കണക്ക് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പലപ്പോഴും. അപ്പൊ അവർ അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടാണ് ഈ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നത്. നമ്മൾ ഇനി അവരെ പുതിയൊന്നും പഠിപ്പിക്കേണ്ട, വട്ടം കറക്കിക്കേണ്ട. ചോദിച്ചതിന് മര്യാദക്കുള്ള ഉത്തരം എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. 2 മാർക്കിന്റെ ചോദ്യത്തിന് 1 പാരഗ്രാഫും 1 പേജും എഴുതി വെച്ചേച്ച് ഇനി ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് 5 മാർക്കിന്റെ 6 മാർക്കിന്റെ എഴുതാൻ എന്ത് കിട്ടത്തില്ല? സമയം കിട്ടത്തില്ല. ഇത്രയും കാര്യം പിടി കിട്ടിയല്ലോ. ഇതാണ് പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഓൾ സ്റ്റാൻഡപ്പ് അതൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക്